അല്ലി. രചന ശിവ. അവതരണം സെൽസ മുസ്തു. ഒരു പെണ്ണിൻ്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ. നീ എന്തിനടി കരയുന്നത്? 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാനാവില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇതും അതുപോലെയാണ്. പറയുന്നവർ എന്ത് വേണേലും പറയട്ടെ, നീ അതൊന്നും കാര്യാക്കണ്ട. അല്ലിക്കരികിലേക്ക് വന്ന് അവളുടെ നിറഞ്ഞൊഴുകിയ മിഴിനീർ തുടച്ചുകൊണ്ട് മഹി പറഞ്ഞു. എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറി. എന്ത് ചെയ്യാനാടി, അമ്മായിയായി പോയില്ലേ, ഇറക്കി വിടാൻ പറ്റുമോ? മഹി നിസ്സഹായതയോടെ അല്ലിയെ നോക്കി. അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തോ കേൾക്കുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അത് സാരില്ല, മഹിയേട്ടൻ പോയി ഒരുങ്ങാൻ നോക്ക്, ഞാൻ ചോറെടുത്തുകൊണ്ട് വരാം. കണ്ണീരിന് മുകളിൽ ഒരു പുഞ്ചിരി പടർത്തിക്കൊണ്ടവൾ പറഞ്ഞു. അല്ലിക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കവിളത്തൊരു ഉമ്മ കൂടി നൽകി മഹി തിരികെ മുറിയിലേക്ക് പോയി. കണ്ണീർ തുറച്ചുകൊണ്ട് പാത്രങ്ങളുമായി അല്ലി അടുക്കളയിലേക്കും പോയി. ഓ, അവനെ കാണിക്കാനായിരുന്നല്ലേ നിന്റെ ഈ പൂങ്കണ്ണീരൊയ്ക്കൽ? നിനക്കെൻ്റെ മോനെ കൊണ്ട് എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, എന്നിട്ട് വേണമല്ലോ കെട്ടിലമൊക്കെ ഇവിടെ അടക്കി ഭരിക്കാൻ. അടുക്കളയിലേക്ക് വന്നപാടെ ഉഷ വീണ്ടും അല്ലിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ അവൾ തൻ്റെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ തെല്ലൊരു അരിശത്തോടെ അവർ തറ ചവിട്ടി മരിച്ച് നടന്ന് ഹാളിലേക്ക് പോയി. അമ്മയുടെ വാക്കുകൾ തന്നെ വല്ലാതെ നോവിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ താനൊന്നും മറുത്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ പറയാൻ നാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ മഹേട്ടൻ്റെ മുഖം ഓർമ്മയിൽ വരും. അതോടെ എല്ലാം ക്ഷമിക്കും. ഞാനെന്തെങ്കിലും പറഞ്ഞ് അമ്മ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പിന്നെ അത് മതി കുടുംബം തകരാൻ. അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ എന്ത് മോശം സംഭവം നടന്നാലും പലപ്പോഴും അതൊക്കെ വന്ന് കയറി പെണ്ണിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്ന രീതി പണ്ടേ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം എല്ലാം സഹിച്ച് മുന്നോട്ട് പോവുക. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം ശരിയാവുമെന്ന് വെറുതെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവാം, അല്ലി മനസ്സിൽ പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞതല്ലേ നമുക്ക് ആ പെണ്ണിനെ വേണ്ട, എൻ്റെ ഫ്രണ്ട് ശ്രീജയെ കൊണ്ട് മഹീട്ടിനെ കെട്ടിക്കാന്ന്. അപ്പം അമ്മക്ക് അവൾ തലതെറിച്ച പെണ്ണായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് മകൾ മഞ്ജിമയുടെ ചോദ്യത്തിന് മുന്നിൽ ഉഷാമ നിശബ്ദയായിരുന്നു. എൻ്റെ അമ്മേ, അവൾക്കിപ്പോൾ എത്രയാ സാലറി എന്നറിയാമോ? മാസം 1,00,000 വരും. മഞ്ജിമ പറഞ്ഞത് കേട്ട് ഉഷാമ അന്തം വിട്ടിരുന്നു. 1,00,000? അവർ അമ്പരപ്പോടെ ചോദിച്ചു. അതെ അമ്മേ, അവളിപ്പം കുവൈത്ത് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിലാണ്. അവിടെ നേഴ്സിന് അത്രയൊക്കെ കിട്ടും. ഷോ, ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ആവും അറിഞ്ഞു. അവൾ മിക്കപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ കേട്ടനെ അമ്മയും തിരക്കാറുമുണ്ട്. ആ പെണ്ണിൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലേ മോളെ? ഇല്ലമ്മേ, 2 മാസത്തെ ലീവിന് അവൾ നാട്ടിലെത്തുന്നുണ്ട്. അതിനിടയിൽ അവളുടെ കല്യാണം നടത്തണമെന്നാണ് അവളുടെ വീട്ടുകാർ പറയുന്നത്. എൻ്റെ മോന് വിധിയില്ല, അല്ലാതപ്പം ഞാൻ എന്ത് പറയാനാണ്? ഒരു ദീർഘനിശ്വാസത്തോടെ ഉഷാമ പറഞ്ഞു. ആ വിധി നിങ്ങൾ രണ്ടും കൂടി ഇല്ലാതാക്കിയതല്ലേ. എന്തായാലും അവൾക്കിപ്പോഴും മഹേട്ടന് ഇഷ്ടമാണെന്നേ എനിക്ക് തോന്നുന്നത്. അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓ, നമ്മളിനി അതൊക്കെ വിചാരിച്ച് വെറുതെ ഓരോന്ന് കണക്ക് കൂട്ടിയിട്ട് എന്ത് കാര്യമുണ്ടമ്മേ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ അവൾ മഹേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് കെട്ടിക്കാം. അങ്ങനെ നടന്നാൽ അവൾക്ക് കിട്ടുന്ന കാശ് മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും. മഞ്ജിമ ആവേശത്തോടെ പറഞ്ഞു. നീ എന്ത് ഭ്രാന്താടി പറയുന്നത്? അതൊന്നും നടക്കാൻ പോണില്ല. നടക്കുമേ, ഞാൻ നടത്തും. അമ്മക്കറിയില്ലേ, ഇവിടുത്തെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വലിയ സാലറി ഒന്നും കിട്ടുന്നില്ല. ഏട്ടൻ്റെ കടയിലെ വരുമാനവും കുറവാണ്. ഇതെങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ പിന്നെ കിട്ടുന്ന ക്യാഷിന് ഏട്ടൻ്റെ കടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പോരാത്തതിന് അമ്മക്കും കൂടെ ഉണ്ടാകും. കഴുത്ത് നിറയെ സ്വർണ്ണ കതെറിഞ്ഞ് സീരിയലിലെ വീട്ടമ്മമാരെ പോലെ ജീവിക്കാം. ഓ, എന്തിനാടി പെണ്ണെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കുന്നേ? അതൊന്നും നടക്കാൻ പോണില്ല. നടക്കുമേ, അതിന് അമ്മ ആദ്യം അവൾ എങ്ങനെയാലും അവിടെ നിന്ന് ഇടിച്ചിറക്കണം. അല്ലി മഹിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ എല്ലാം നമ്മൾ വിചാരിക്കും പോലെ നടക്കും. ശ്രീജയും അവളുടെ വീട്ടുകാരെയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. നീ പറയും പോലെ ആ നശൂലത്തിന് അത്ര എളുപ്പം പുറത്താക്കാനൊന്നും പറ്റില്ല. അവളെ അവൻ തലയിൽ കയറ്റി വെച്ചേക്കുമല്ലേ. ഉഷയുടെ വാക്കുകളിൽ അല്ലിയോടുള്ള ദേഷ്യം കലർന്നിരുന്നു. അമ്മ വിചാരിച്ചാൽ അതൊക്കെ ഈസിയായി നടക്കും. എങ്ങനെയും ഏട്ടൻ്റെ മനസ്സ് അമ്മ മാറ്റിയെടുക്കണം. പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ അവളുമായി വരാം. മഞ്ജിമ അതും പറഞ്ഞുകൊണ്ട് കാള് കട്ട് ചെയ്തു. മഞ്ജിമ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഉഷയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിച്ചു കൊണ്ടിരുന്നു. ശ്രീജ,
മഞ്ജമ്മയുടെ കൂടെ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ച കുട്ടിയാണ്. ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്ന ഒരു വായാടിയാണ് അവൾ. അവളുടെ വേഷവിധാനങ്ങൾ, സംസാരങ്ങളും എനിക്കെന്തോ അന്ന് അത്ര പിടിച്ചിരുന്നില്ല. പോരാത്തതിന് ഞങ്ങളുടെ ജാതി അല്ലായിരുന്നു താനും. അതുകൊണ്ട് തന്നെ മഞ്ജം അവളുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ എതിർത്തു. മാത്രമല്ല, സംസാരിക്കാറുണ്ടെങ്കിലും മഹിക്കും അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് പക്ഷെ മഹി എന്ന് വെച്ചാൽ ജീവനായിരുന്നു എന്നാണ് മഞ്ജിമ പറഞ്ഞത്. അതിനൊക്കിടയിലാണ് അല്ലിയുടെ വിവാഹാലോചന വന്നതും മഹിക്ക് അല്ലിയെ ഇഷ്ടമായതും ആ കല്യാണം നടന്നതും. പെണ്ണ് ടീച്ചറായതുകൊണ്ടും പിന്നെ സ്ത്രീധനം ധാരാളം കിട്ടുമെന്ന് പ്രതീക്ഷയാണ് ഞാൻ ആദ്യം കല്യാണം ഉറപ്പിച്ചത്. പക്ഷെ പറഞ്ഞ സമയത്ത് സ്ത്രീധനം തരാതെ അവളുടെ വീട്ടുകാർ പറ്റിച്ചു. ആ നിമിഷം എല്ലാം വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ മഹിക്ക് അവൾ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടാണ് വേറെ നിവൃത്തിയില്ലാതെ താൻ കല്യാണത്തിന് സമ്മതിച്ചത്. ഉഷ നടന്നത് ഓരോന്നും ഓർത്തെടുത്തു. ഇന്നിപ്പം മാസം നക്കാപ്പിച്ച ശമ്പളം മാത്രമാണ് അല്ലിക്ക് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പം ശ്രീചെങ്ങാനും എൻ്റെ മരുമകളായി വന്നാ എൻ്റെ ഭഗവാനെ, പിന്നെ കുടുംബം രക്ഷപ്പെടും. ഒരു നിമിഷം ഉഷ അതോർത്ത് കോരിത്തിരിച്ചു. പക്ഷെ അത് നടക്കണമെങ്കിൽ അല്ലിയെ മഹിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതത്ര എളുപ്പമല്ല. താൻ എത്ര കുത്തി നോവിച്ചാലും പൂങ്കണ്ണീരൊഴുക്കി നിൽക്കുന്നതല്ലാതെ ആ നാശം ഇറങ്ങിപ്പോയില്ല. അല്ലെങ്കിൽ തന്നെ വീടും കൂടിയും ഇല്ലാത്തവളെ എവിടെ പോവാനാ? ഇനി എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാമെന്ന് വെച്ചാൽ മഹി സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ മഹി ആദ്യം അവളിൽ നിന്ന് അകറ്റണം. അതിനെന്താ ഒരു വഴി? ഉഷയുടെ കുരുട്ടുബുദ്ധിയിൽ പല വഴികളും തെളിഞ്ഞെങ്കിലും ഒന്നിലും അവർക്ക് വേണ്ടത്ര തൃപ്തി തോന്നിയില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മഞ്ജിമയോട് ഇങ്ങോട്ട് വരാൻ പറയാം. അവളും കൂടെ വന്നിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. അവൾക്കും കൂടി ഗുണമുള്ള കാര്യമല്ലേ, അവൾ വരാതിരിക്കില്ല. ഉമ്മറത്തെ കസേലയിൽ ഇരുന്നു കൊണ്ട് ഉഷ മനസ്സിൽ പറഞ്ഞു. തുടരും. എന്ത് വഴിയാണ് അല്ലിക്കെതിരെ അവർ കണ്ടെത്താൻ പോകുന്നത്? അത് അല്ലിയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നൊരു വഴിയാകുമോ? അല്ലി മഹിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമോ? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ചെയ്ത നിസ്മിസൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.